നമസ്കാരം. ആളൂർ ഒടുങ്ങി, അടുത്തത് ഗോവിന്ദച്ചാമി. കൗണ്ട് ഡൗണുമായി സൗമ്യയുടെ അമ്മ. തൻ്റെ മകളെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് അതിക്രൂരമായി പിച്ചിച്ചീന്തി കൊലപ്പെടുത്തിയ നരാധമനെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളൂർ അന്തരിച്ചു. ആ വാർത്ത കേട്ട് സന്തോഷിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണ് സൗമ്യയുടെ അമ്മ. ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം ഞാൻ. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദച്ചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച് പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം. ഒരാൾ മരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മയുണ്ട് കേരളത്തിൽ, അങ്ങ് പാലക്കാട്ട് ഷൊർണൂരിൽ. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്, കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂരിൻ്റെ മരണവാർത്തയിൽ ഇത്രയേറെ സന്തോഷിച്ച മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ താൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് സൗമ്യയുടെ അമ്മ പറഞ്ഞു വെക്കുകയാണ്. ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യമുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചതായും ഒരു ശല്യമായിരുന്നു ഇയാളെന്നും ഇതോടുകൂടി ഒഴിഞ്ഞുപോയല്ലോ എന്ന ആശ്വാസത്തിലുമാണ് ആ അമ്മ. ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും അവർ കരഞ്ഞു പറയുകയാണ്. അയാളുടെ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയിൽ കൂടി അയാൾ കുറെ പണമുണ്ടാക്കി എന്നും ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോയില്ലല്ലോ എന്നും കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ കേരളത്തിലെ പല അമ്മമാരുടെയും മനസ്സിൽ പറയുന്ന വാചകങ്ങൾ തന്നെയാണ്. തൻ്റെ മകളുടെ കേസിലെ പ്രതിക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഈ വേദന മനസ്സിലാവുകയുള്ളൂ എന്ന് ആ അമ്മ അയാളോട് നേരിട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അന്നു മുതൽ ഇന്ന് വരെ ഗോവിന്ദച്ചാമി മരിക്കുവാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസും ബാധിക്കാതെ മരണം അയാൾക്ക് കിട്ടാനും വേണ്ടി പ്രാർത്ഥനയായിരുന്നു ഈ അമ്മ. മരണവാർത്ത കേട്ടപ്പോൾ തനിക്ക് സന്തോഷമുണ്ടായി എന്നും ഒപ്പം തന്നെ സങ്കടവുമുണ്ട് എന്ന് പറയുകയാണ് ആ അമ്മ. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ആ അമ്മ. ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണമെന്ന് അവർ പറയുന്നു. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഗോവിന്ദച്ചാമിയുടെ മരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യമുണ്ടാകരുത്. ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞു പോയിരിക്കുന്നു. ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു സൗമ്യയുടെ അമ്മ. ഇനി കേസ് കുപ്രസിദ്ധമെങ്കിൽ വക്കീൽ ആളൂരാകുമെന്നത് മലയാളിയുടെ ഉറപ്പാണ്. പല കേസുകളും അങ്ങോട്ട് ചെന്ന് തേടിപ്പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം. ഒരു കേസ് ഒഴികെ 2011 ട്രെയിൻ യാത്രയ്ക്കിടെ സൗമ്യ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂർ സ്വയം മുന്നിട്ടിറങ്ങിയതായിരുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടി ആ കേസിനുണ്ട്. ആ കേസിൽ ആളൂർ എങ്ങനെ എത്തപ്പെട്ടു എന്നത് ഇന്നും അവ്യക്തമാണ് മലയാളിക്ക്. ഒരിക്കലൊരു അഭിമുഖത്തിൽ ആളൂരും ഈ ചോദ്യം നേരിട്ടു. അത് പ്രൊഫഷണൽ സീക്രട്ടാണ് എന്നും വെളിപ്പെടുത്തുന്നില്ല എന്നുമായിരുന്നു അന്നത്തെ മറുപടി. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ആളൂരിനെ ആരാണ് സമീപിച്ചത് എന്ന ചോദ്യം ഇന്നും ഒരു ദുരൂഹതയായി തുടരുകയാണ്. സൗമ്യ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോഴും ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ ഉറപ്പ് എന്നായിരുന്നു പൊതുസമൂഹത്തിൻ്റെ ധാരണ. എന്നാൽ ഗോവിന്ദച്ചാമി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. കേസിനൊപ്പം ആളൂരും വാർത്തയിൽ ഇടം പിടിച്ചു. അന്നു മുതൽ കുപ്രസിദ്ധമായ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് ആളൂർ ഒരു ഹോബിയാക്കി മാറ്റി. പ്രശസ്തിയും പണവുമായിരുന്നു അയാളുടെ ലക്ഷ്യം തന്നെ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാമിന് വേണ്ടി ഹാജരായാണ് ആളൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായിരുന്നു. ഇലന്തൂർ നരബലി കേസിൽ ആ നരബലി കേസിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആളൂർ എത്തുകയായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പതിയാരത്തായിരുന്നു ആളൂരിൻ്റെ ജനനം. പിന്നീട് പൂനെയിലെത്തി
നിയമബിരുദം സ്വന്തമാക്കുന്നത് പൂനെയിൽ നിന്നാണ്. 1998 തിരികെ കേരളത്തിലേക്ക് എത്തുന്നു. വിവിധ കോടതികളിൽ 4 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹം പൂനെയിലേക്ക് തിരികെ പോകുന്നു. അവിടെ വച്ചാണ് ഈ ക്രിമിനൽ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇൻഫോസിസ് ജീവനക്കാരിയും കോഴിക്കോട് സ്വദേശിനിയുമായ റസീല രാജു കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരന് വേണ്ടി ഇൻഫോസിസിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഹാജരായതും ആളൂരായിരുന്നു. അങ്ങനെയാണ് കുപ്രസിദ്ധിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ സകലമാന കൊടും ക്രിമിനലുകൾക്കും വേണ്ടി ആളൂര് കോടതി വരാന്തയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. മള്ളൂർ വക്കീലും 10,000 രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മള്ളൂർ ഗോവിന്ദപിള്ള എന്ന അഭിഭാഷക പ്രമാണിയുടെ കഥ കേരളത്തിന് അങ്ങനെ തന്നെ സുപരിചിതവുമാണ്. അത് പുനരാവിഷ്കരിക്കപ്പെടുകയായിരുന്നു ആളൂരിലൂടെ എന്ന് പിന്നീട് കേരളം കണ്ടത്. കേരളം ഞെട്ടിത്തെരിച്ചുപോയ 2011 സൗമ്യ എന്ന പെൺകുട്ടിയുടെ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ആളൂർ വക്കീൽ ആദ്യമായി ഹാജരാകുമ്പോൾ കേരളം ഞെട്ടലോടുകൂടിയാണ് ചിന്തിച്ചു പോയിരുന്നത്. മള്ളൂരിനെ പോലെ കൊലപാതകിയെ രക്ഷിക്കാനെത്തിയ ആളാണോ ഈ ആളൂരെന്ന് ചിന്തിച്ചു പോയി. വിചാരണ കോടതിയിൽ ആളൂർ വക്കീൽ തിരിച്ചും മറിച്ചും വാദിച്ചുവെങ്കിലും ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ തന്നെ വിധിക്കപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതിയിൽ സൗമ്യയ്ക്കും കേരളത്തിനും വേണ്ടി വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന ഊഹം മാത്രമാണ് എന്ന വാദം അത് സമ്മതിച്ചു കൊടുത്തതോടെ ആളൂർ വീണ്ടും മുമ്പിലെത്തി എന്നുള്ളതാണ്. വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയതോടെ പ്രതി ഗോവിന്ദച്ചാമിക്ക് 2 വർഷം കൂടി ജയിലിൽ കിടന്നാൽ മതി എന്നുള്ള തരത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു സാധു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന ശേഷം ആ കൊന്ന ഗോവിന്ദച്ചാമിയെ കൊലക്കാരിൽ നിന്നും ഈ ആളൂർ രക്ഷിച്ചെടുത്തു. ഇതോടെ കേരളത്തെ ജയിലുകളിൽ കൊടും ക്രൂരതകൾ ചെയ്ത് വിചാരണ നേരിടുന്നവരെല്ലാം ആളൂരിനെ തേടി തുടങ്ങി. വടക്കാഞ്ചേരി കോടതിയിൽ 3.5 വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ BA ആളൂർ പൂനെയിൽ പ്രമാദമായിട്ടുള്ള നിരവധി കേസുകളിൽ കറുത്ത ഗൗൺ അണിഞ്ഞ് അവിടെ വാദം തുടങ്ങിയിരുന്നു. കൊലപാതക ലൈംഗിക കൃത്യങ്ങളുടെ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവയിലേറെയും എന്നത് അവിടെ അന്വേഷണം നടത്തിയ പോലീസുകാർക്ക് ബോധ്യപ്പെട്ട സംഭവമാണ്. സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ 1-2 പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആളൂർ. പ്രമാദമായ നീരജ ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി ഇദ്ദേഹം ഹാജരാവുകയും ചെയ്തു. മുംബൈ പനവേലിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഗുണ്ടാ സംഘത്തിൻ്റെ കേസ് ആളൂർ വാദിച്ചിരുന്നതായിട്ട് വാർത്തകൾ വന്നതോടെ ഗോവിന്ദച്ചാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ആ ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്ക് വേണ്ടി എത്തിച്ചത് എന്നുള്ള സൂചനകൾ നിലവിലുണ്ട്. ആളൂരിൻ്റെ അഭിഭാഷക സംഘത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ വാദിക്കുവാനുള്ള നിരവധി അഭിഭാഷകരുണ്ട്. അമിതാഭ് ബച്ചനെതിരെ മുംബൈയിലെ പത്രപ്രവർത്തകൻ നൽകിയ നികുതി വെട്ടിപ്പ് കേസിൽ പത്രപ്രവർത്തകന് വേണ്ടിയിട്ട് ഹാജരായത് ഇതേ ആളൂര് തന്നെയായിരുന്നു. ബണ്ടിച്ചോർ എന്ന ആ കുറ്റവാളിക്ക് വേണ്ടിയിട്ട് ആളൂര് കേസ് വാദിക്കാനെത്തി. അധോലോക നേതാവ് ചോട്ടാരാജൻ്റെ കേസിലും ഇദ്ദേഹം ഇടപെട്ടിരുന്നു. സാധാരണഗതിയിൽ മനസ്സാക്ഷിയുള്ള ഒരു വക്കീലും ഏറ്റെടുക്കാത്ത കേസുകൾ അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കുന്നതിലൂടെ നേടിയ കുപ്രസിദ്ധിയായിരുന്നു ആളൂരിൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജീവിക്കാൻ പോലും കാശില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി കേസ് വാദിക്കുവാൻ ആരെയും കിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത്. എന്നാൽ കേരളത്തിലെ അഭിഭാഷകരാരും ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. ഈ ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ആളൂര് ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടിയിട്ട് ഹാജരാകുമെന്ന വാർത്തകൾ തന്നെ പ്രചരിക്കുന്നത്. അതോടെ ആരാണ് ഈ ആളൂരെന്നും ഇയാൾ എന്തിനാണ് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നും കേരളം അന്വേഷിച്ചു തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ന് ആളൂരിൻ്റെ മരണത്തോടെ അറിയാതെ പോകുന്ന ചില സത്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അത് നിഗൂഢമായി തന്നെ തുടരുക തന്നെ ചെയ്യും. കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കണമെന്ന് ആളൂർ വക്കീലിനോട് പറഞ്ഞിരുന്നതാരാണ്? സമൂഹം ഒന്നടങ്കം എതിർക്കുന്ന, അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത കൊലപാതകങ്ങൾ നടത്തിയവരെ രക്ഷിക്കാൻ
ആരാണ് ആളൂരിനോട് പറയുന്നത് എന്നുള്ളതാണ്. ഇവരുടെ കേസുകൾക്കായിട്ട് പണം മുടക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ആളൂർ സ്വന്തമായി കേസ് ഏറ്റെടുക്കുകയോ പണം കിട്ടാതെ കേസ് വാദിക്കുകയോ കോടതി നടപടികൾക്ക് പണമില്ലാതെ കേസ് പോസ്റ്റ് ചെയ്യാനോ കഴിയില്ല എന്നിരിക്കെ ആരാണ് ഇതിന് പിന്നിൽ പണം മുടക്കിയിരുന്നത് എന്ന ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ പോവുകയാണ് എന്നുള്ളതാണ്. തനിക്ക് പണം കിട്ടുന്നത് എവിടെ നിന്നാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് ആളൂർ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ആളൂരിനോട് ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് താൻ ക്രിമിനൽ വക്കീലാണ് എന്നും തനിക്ക് ക്രിമിനലുകളുമായിട്ട് അല്ലെങ്കിൽ ക്രിമിനലുകളല്ലാത്ത പുണ്യപാളന്മാരുടെ കേസ് കിട്ടില്ല എന്നുമായിരുന്നു അന്ന് പ്രതികരിച്ചത് എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ കഴിഞ്ഞ വർഷം പോലീസ് ആളൂരിനെതിരെ പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഈ ലോകം വിട്ട് പരലോകം പുൽകുന്നതിനിടയിൽ ആളൂരിന് നിരവധി അമ്മമാരുടെയും നിരപരാധികളായവരുടെയും ഒക്കെ ശാപങ്ങൾ ഉണ്ടായിരുന്നു എന്നതും സത്യമാണ് എന്ന് ഇപ്പോൾ തെളിയുകയാണ്. വലിഞ്ഞു കയറി ചെന്ന് കേസില്ലാത്തവർക്ക് പോലും കേസുണ്ടാക്കി കൊടുക്കുവാൻ കാണിച്ച ഇയാളുടെ വൃത്തികേടിന് കാലം കാത്തുവച്ച കാവ്യനീതി ലഭിക്കാതിരിക്കില്ല എന്നുള്ളതാണല്ലോ. കേരളത്തിലെ കൊടും കുറ്റവാളികളുടെ അപ്പോസ്തലനായിരുന്ന അഡ്വക്കേറ്റ് BA ആളൂർ എന്ന പതിയാരം ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന 53 വയസ്സുകാരൻ ഇനിയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.